പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് ഒരു സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരികയാണ്. അപ്പോൾ പ്രേക്ഷകർ വിചാരിക്കും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതല്ലേ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് റിപ്പോർട്ടെന്ന്. യഥാർത്ഥത്തിൽ നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത്. 2019 രാമലിംഗം കൊലപാതകവുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി NIA നടത്തിയ റെയ്ഡുകൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിലനിൽപ്പിൻ്റെ കാര്യത്തിൽ തന്നെ ഭീഷണിയായിരുന്നു. 9 സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡിനിടെ കൊടൈക്കനാലിലെ അമ്പൂർ ബിരിയാണി ഹോട്ടൽസിൻ്റെ ഉടമയായിട്ടുള്ള ഇംതത്തുള്ളയെ 2021 മുതൽ തൻ്റെ ഹോട്ടൽ ഔട്ട്ലെറ്റുകൾ അറിഞ്ഞും സ്വമേധയാ ഒളിവിൽ പോയ കുറ്റാരോപിതർക്ക് അഭയം നൽകിയതിനും NIA അറസ്റ്റ് ചെയ്തിരുന്നു. എന്തായാലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം 2022 ആഭ്യന്തര മന്ത്രാലയം PFI നിരോധിക്കുകയും ചെയ്തിരുന്നു. അടുത്തിടെ നടന്ന റെയ്ഡുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് സംഘടനയെ നിരോധിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ നിരവധി പ്രവർത്തകർ ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ്. PFI വിപുലമായ ഒരു ശൃംഖല കെട്ടിപ്പടുത്തിയിരിക്കുന്നു. പലരും ഇപ്പോഴും രഹസ്യമായി തന്നെയുണ്ട്. ഇന്റലിജൻസ് ഏജൻസികളുടെ അഭിപ്രായത്തിൽ ഈ വ്യക്തികളെല്ലാം പുനരുജ്ജീവിക്കുന്നതിന് മുമ്പ് കുറച്ച് വർഷത്തേക്ക് ഒളിവിൽ കഴിയാനാണ് പോപ്പുലർ ഫ്രണ്ട് ഇവർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഏജൻസികളുടെ അഭിപ്രായത്തിൽ PFI പുതിയൊരു പേരിൽ തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ്. എന്നിരുന്നാലും ഉടൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധ്യതയില്ല. പകരം അവർ സോഷ്യൽ മീഡിയ പ്രചാരത്തിൽ ഏർപ്പെടുകയും സംഘർഷങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുകയാണ്. നിരോധനം വരുന്നത് കണ്ട് PFI വിവിധ വിദേശ മോഡ്യൂളുകൾ പോലും സ്ഥാപിച്ചു. അവർ സജീവമാകാൻ പദ്ധതികൾ ഇടുന്നു. പോരാത്തതിന് ആ പദ്ധതി ഇപ്പോൾ സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. വിദേശത്തുള്ള ഈ മൊഡ്യൂളുകൾ ഗൾഫ് രാജ്യങ്ങളിലും സിംഗപ്പൂരിലുമാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് മനസ്സിലാവുന്നത്. ഈ മൊഡ്യൂളുകൾ ഏകദേശം 29 ബാങ്ക് അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ടെന്നും അവയിൽ നിന്നാണ് സംഭാവനകൾ ശേഖരിക്കുന്നതെന്നും അന്വേഷണം വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ് എന്നിവിടങ്ങളിലെ ദാതാക്കളിൽ നിന്നാണ് ഇവരുടെ ഫണ്ടിങ്ങിൻ്റെ വലിയൊരു ഭാഗം ഇപ്പോഴും ഇന്ത്യയിലേക്ക് വരുന്നതെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. വിദേശ മൊഡ്യൂളുകൾ സജീവമായതിനാലും അവരുടെ നിരവധി പ്രവർത്തകർ ഇപ്പോഴും പുറത്തായതിനാലും സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ 24/7 അതായത് 24 മണിക്കൂറും നിരീക്ഷണം നടത്തേണ്ടതിൻ്റെ ആവശ്യകത ഏജൻസികൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. വർഗീയ സംഘർഷങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ ആരംഭിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന വിദേശ മൊഡ്യൂളുകളെ പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വർഗീയ സംഘർഷങ്ങളുടെ കാര്യം പറയുമ്പോഴാണ് ധർമ്മസ്ഥലയിലേക്ക് നമ്മൾ പോകേണ്ടത്. ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ നിന്നും പ്രവർത്തിക്കുന്ന ചില ആൾക്കാരുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പല ആൾക്കാരും തന്നെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ആ സ്ഥലത്തെക്കുറിച്ച് പല അപവാദങ്ങളും പറഞ്ഞ് പരത്തുന്നുണ്ട്. അവർ തിരിച്ച് കേരളത്തിൽ വന്ന് സുഖമായി താമസിക്കുന്നുണ്ട്. അയാളുടെ പേരൊന്നും എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ആസനത്തിൽ ആലുകൾ എടുത്താൽ അതും തണലാക്കി മാറ്റുന്ന ഒരു വ്യക്തിയാണത്. എന്തായാലും ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ PFI വളരെ പേര് കേട്ടതാണ്. ഡൽഹിയിൽ പൗരത്വ ഭേദഗതി നിയമം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട ആക്രമണം ഇതിന് ഉദാഹരണമാണ്. ഹത്രാസിൽ കലാപം സൃഷ്ടിച്ചതും PFI കാരാണ്. PFIക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റ് ചെയ്യുന്നത് പോലെ PFIയും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് തുടരും. നിരോധനത്തിന് ശേഷം ഇന്ത്യൻ മുജാഹിദിനായി പുനർജനിച്ച സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ അതായത് സിമി മാതൃക പിന്തുടരുമെന്ന് ആദ്യം വിശ്വസിച്ചിരുന്നു. എന്നിരുന്നാലും വരുന്ന തരത്തിലുള്ള വിവരങ്ങളനുസരിച്ച് PFI ഇസ്ലാമിക് സ്റ്റേറ്റ് മാതൃകയാണ് പിന്തുടരാൻ സാധ്യതയുള്ളത് എന്നാണ് ഇപ്പോൾ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റ് അവരുടെ ശൃംഖല ഓൺലൈനായി നടത്തുകയും ആക്രമണത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ക്രൂരമായ ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ള ഒറ്റപ്പെട്ട ചെന്നായ്ക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിലേക്ക് ഇത്തരം പ്രചാരണങ്ങൾ നയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇസ്ലാമിക് സ്റ്റേറ്റും PFIയും പരസ്പരം വളരെ പൂരകമാണ്. കുടുംബങ്ങളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേർ അഫ്ഗാനിസ്ഥാനിലെ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാൻ കേരളം വിട്ടതായി നമുക്കറിയാം. ഇസ്ലാമിക് സ്റ്റേറ്റ് റിക്രൂട്ട് ചെയ്ത PFI ആണെന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിനെ റിക്രൂട്ട് ചെയ്യുന്നതും PFI ആണെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.